നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാർ ജോസഫ് പാംപ്ലാനി നശിപ്പിച്ചത് സീറോ മലബാർ സഭയുടെ ധാർമ്മികത തന്നെയല്ലേ? എറണാകുളം രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി സ്ഥാനം സഭാ വിരുദ്ധർക്കുള്ളതാണോ? സീറോ മലബാർ സഭയുടെ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും തള്ളിക്കളയുകയും അതിനെ നിഷേധിക്കുകയും അതിനെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി സംവരണം ചെയ്ത സീറ്റാണോ എറണാകുളം പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി സ്ഥാനം എന്നാണിപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ, അതായത് ഇതിനു മുൻപുണ്ടായിരുന്ന പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയും ഏതോ ജെറാൾഡ് എന്ന് പേരുള്ള ആ വ്യക്തിയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നവനും സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾക്ക് എതിരെ നിന്നവരും പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ പോലും പുച്ഛിച്ച് തള്ളി കാട്ടിൽ പറത്തിയവനുമായിരുന്നു. എന്നാൽ ഇത്തവണ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയ ആളുടെ പേര് കേട്ട് എറണാകുളം രൂപതയിലെ വിശ്വാസികൾ തന്നെയല്ല, എറണാകുളം രൂപതയിലെ ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ നൽകിയിരിക്കുന്ന സീറോ മലബാർ സഭയിലെ ആഗോള വിശ്വാസികളും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവർക്ക് വിശ്വാസം വരുന്നില്ല. മാർ പാംപ്ലാനിയുടെ സഭാവിരുദ്ധതയുടെ അവസാനത്തെ തെളിവായാണ് വിശ്വാസികൾ കാണുന്നത്. മാർ പാംപ്ലാനിയുടെ സീറോ മലബാർ സഭയെ ബൗദ്ധികവും ആത്മീയവുമായി നശിപ്പിക്കുവാനുള്ള ത്വര വത്തിക്കാനെയും മാർപ്പാപ്പയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാനാണ് സഭ എന്ന് വിളിച്ചു പറയുന്ന ഒരു അഹങ്കാരിയുടെ ഭാവം, അതാണ് ഇപ്പോൾ മാർ പാംപ്ലാനി തെളിയിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, താൻ കൂടി ഉൾപ്പെടുന്ന സിനഡിനെയും സിനഡ് മെത്രാന്മാരെയും വത്തിക്കാനെയും മാർപ്പാപ്പയെയും സഭയെ സ്നേഹിക്കുകയും സഭയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെയും ചതിക്കുകയും വിശ്വാസ വഞ്ചന കാണിക്കുകയും ചെയ്തിരിക്കുകയാണ് മാർ പാംപ്ലാനി. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയതും വത്തിക്കാനും മാർപ്പാപ്പയും നിങ്ങൾ ഇത് അനുസരിക്കുക എന്ന് സഭയോടും വിശ്വാസികളോടും പറയുകയും ചെയ്ത സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം ഒരിക്കലും എറണാകുളം രൂപതയിൽ നടപ്പിൽ വരരുതേ എന്നാണോ മാർ പാംപ്ലാനി ആഗ്രഹിക്കുന്നത്? കാലം ചെയ്ത പുണ്യ ശ്ലോകനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണ നടപടി എന്ന നിലയിൽ എറണാകുളം വിശ്വാസികളോട് കത്തോലിക്ക സഭ തന്നെ വിശേഷിപ്പിച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെ എറണാകുളം രൂപതയെ അഭിസംബോധന നടത്തിക്കൊണ്ട് നിങ്ങൾ സഭ അംഗീകരിച്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ ശ്ലൈഹിക ആശീർവാദം ലഭിച്ച പരിശുദ്ധ ബലിയർപ്പണം മറ്റ് 34 രൂപതകളിലും നടപ്പിലാക്കിയതുപോലെ നിങ്ങളുടെ രൂപതയിലും നടപ്പിൽ വരുത്തണം എന്ന് ആവശ്യപ്പെട്ട കാര്യം കത്തോലിക്ക സഭയും വത്തിക്കാനും മാർപ്പാപ്പയ്ക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങൾ അനുസരിക്കില്ല എന്ന് വിളിച്ചു പറയുന്ന സഭാശത്രുക്കളായ സഭാവിരുദ്ധരായ എറണാകുളം ലോക തൊഴിലാളികളെയും വളരെ കുറച്ച് അൽമായരെയും ഞാൻ നേരെയാക്കാം, ഞാൻ അവരെ അനുസരിപ്പിക്കാം എന്ന് വത്തിക്കാനും സിനഡിനും ഉറപ്പ് കൊടുത്തുകൊണ്ട് മാർ പാംപ്ലാനി എറണാകുളം രൂപതയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സഭാ ചതിയനെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത് എന്ന് വത്തിക്കാനോ സിനഡോ വിശ്വാസികളോ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല. ഏകീകൃത ബലിയർപ്പണം എറണാകുളം രൂപതയിൽ നടപ്പിൽ വരുത്താം എന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തു വന്ന മാർ പാംപ്ലാനി അതിന് ഘടകവിരുദ്ധമായി എങ്ങനെ എറണാകുളം രൂപതയിലെ വിശ്വാസികളെ തകർക്കാം എന്ന് പരീക്ഷണങ്ങൾ നടത്തുന്ന പാംപ്ലാനിയെയാണ് വിശ്വാസികൾ കണ്ടത്. എറണാകുളത്തെ സഭാവിരുദ്ധ പാഷാണ്ഡതയിൽ ഉൾപ്പെട്ട ലോക തൊഴിലാളികളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മാർ പാംപ്ലാനി കൂടി ഉൾപ്പെട്ട സിനഡ് ആവശ്യപ്പെട്ട ഏകീകൃത ബലിയർപ്പണം അദ്ദേഹത്തിന്റെ സ്വന്തം രൂപതയായ തലശ്ശേരിയിൽ പോലും നടന്നു വരുന്ന ഏകീകൃത ബലിയർപ്പണം എറണാകുളത്ത് നടപ്പിൽ ആക്കേണ്ട എന്ന് വിമതരുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കുവാൻ സമവായം എന്ന ഗൂഢാലോചന വഴി എറണാകുളത്ത് സമവായം നടപ്പിലാക്കി സഭയെയും സിനഡിനെയും വത്തിക്കാനെയും മാർപ്പാപ്പയെയും പോലും ചതിച്ച മാർ പാംപ്ലാനിയും സഭാവിരുദ്ധ വിമതരും ചിന്തിച്ചു കാണില്ല. എറണാകുളത്തെ വിശ്വാസികളും കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥകളും ഇത്തരം നിയമവിരുദ്ധ നടപടിയെ അംഗീകരിക്കുകയില്ല എന്ന് വിശ്വാസികളുടെ അതിതീവ്ര എതിർപ്പിനിടയിൽ
പാംപ്ലാനിക്ക് തന്റെ ഗൂഢതന്ത്രം പൂർണ്ണമായും എറണാകുളത്ത് നടപ്പിലാക്കുവാൻ സാധിക്കാതെ വന്നു. വിശ്വാസികൾ എറണാകുളം ബസിലിക്കയിൽ വിശ്വാസ പ്രാർത്ഥനാ സമരം, രാപകൽ സമരം തുടങ്ങി. വിശ്വാസികൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, മറ്റ് 34 രൂപതകളിലെ വിശ്വാസികൾക്ക് കിട്ടിയ സഭാ സിനഡ് അംഗീകരിച്ച വത്തിക്കാൻ ആശീർവദിച്ച സഭയുടെ ഏകീകൃത ബലിയർപ്പണം ഞങ്ങൾക്കും വേണം എന്ന് മാത്രമാണ്. വിശ്വാസികളും വിശ്വാസ തീഷ്ണതയോടുകൂടി സോഷ്യൽ മീഡിയയിൽ എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്ക് കിട്ടുന്ന പിന്തുണയും കണ്ട് അന്തം വിട്ട ജനുവരി ആദ്യവാര സിനഡ് ഏകീകൃത കുർബാന മാത്രമേ സഭയിൽ ഉണ്ടാകൂ എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയും സമവായ കുർബാന എന്ന ആശയം തള്ളിക്കളയുകയും ചെയ്തപ്പോൾ പാംപ്ലാനി ചെയ്ത അതിക്രൂര നടപടി സഭാവിരുദ്ധ, ബൈബിൾ വിരുദ്ധ, കർത്താവിന് തന്നെ എതിരായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. എറണാകുളം ബസിലിക്കയിൽ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്കെതിരായിട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നു. വിശ്വാസികളെ അവരുടെ ആരാധന ആലയമായ ബസിലിക്കയിൽ നിന്ന് പുറത്താക്കുവാൻ പോലീസിനും സർക്കാരിനും നിർദ്ദേശം നൽകണമെന്ന്. ഇതിൽ കൂടുതൽ ഒരു മെത്രാൻ തരം താഴുമോ? ഇതിൽ കൂടുതൽ ഒരു മെത്രാൻ അധപ്പതിക്കുമോ എന്നാണ് മാർ പാംപ്ലാനിയോട് ചോദിക്കുവാനുള്ളത്. മാർ പാംപ്ലാനി ആലോചിക്കേണ്ടത്. വിശ്വാസികൾക്ക് മാർ പാംപ്ലാനിയോട് പറയുവാനുള്ളത്, മാർ പാംപ്ലാനി താങ്കൾ ഒന്ന് കുമ്പസാരിക്കൂ, ഒരു നല്ല കുമ്പസാരം നടത്തൂ. ദൈവത്തോടും സഭയോടും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാ അപരാധങ്ങളെ ഓർത്ത് ഒന്ന് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കൂ മാർ പാംപ്ലാനി എന്നാണ് വിശ്വാസികൾക്ക് മാർ പാംപ്ലാനിയോട് പറയാനുള്ളത്. ഇത്രയുമൊക്കെ സഭാവിരുദ്ധത ചെയ്ത് വിശ്വാസികളെ ഒന്നടങ്കം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒന്നടങ്കം ഇടർച്ചയ്ക്ക് കാരണമായ ശേഷം ഇതാ വരുന്നു പാംപ്ലാനിയുടെ അടുത്ത പൂഴിഘടകൻ, അടുത്ത മഹാമാരി പോലെ പാസ്റ്റർ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് എറണാകുളം രൂപതയ്ക്കും അതിലുപരി ആഗോള സിറോ മലബാർ സഭയ്ക്കും കൊടുത്ത ഭീകര വെള്ളിടിയായിരുന്നു പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയായി സഭ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സഭാവിരുദ്ധനെ, സഭാവിമതനെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, കത്തോലിക്ക വിശ്വാസിയായ ആർക്കും പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറി ആകാം. എങ്കിലും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആകുന്ന വ്യക്തിക്ക് ചില യോഗ്യതകൾ സഭാ നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട്. നമ്മൾക്ക് അതെന്താണ് എന്ന് നോക്കാം. എന്നിട്ട് വിശ്വാസികൾ തീരുമാനിക്കട്ടെ. മാർ പാംപ്ലാനി എറണാകുളം വിശ്വാസികളുടെ തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ചു കൊടുത്ത സഭാവിരുദ്ധനായ ഷൈജുവിന്, സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളെ പുച്ഛത്തോടുകൂടി തള്ളിപ്പറയുന്ന, സഭാ പാരമ്പര്യങ്ങളെ അംഗീകരിക്കാത്ത ഷൈജു ആ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ. അതോടൊപ്പം സഭാ ശത്രുക്കളെ കൊണ്ട് സഭയുടെ അധികാര സ്ഥാനങ്ങൾ കുത്തിനിറയ്ക്കുന്ന പാംപ്ലാനിയുടെ ശരിക്കുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഗൂഢാലോചന എന്താണെന്ന് സിനഡും വത്തിക്കാനും തീരുമാനിക്കട്ടെ. സഭാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളും പ്രത്യേകിച്ച് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയുടെയും യോഗ്യതകളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളിൽ വളരെ പ്രധാനമുള്ള 12 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, സീറോ മലബാർ സഭയുടെ സജീവ കത്തോലിക്ക വിശ്വാസിയായിരിക്കണം. അതേതായാലും ഷൈജു ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയാണ്. രണ്ടാമത് പറയുന്നത്, സഭാ ജീവിതത്തിലും അപ്പസ്തോലിക പ്രവർത്തനങ്ങളിലും പരിചയമുണ്ടായിരിക്കണം. അതിനെപ്പറ്റി അല്പം സംശയമുണ്ട്. സഭാ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ശരിക്കുള്ള സഭാ ജീവിതത്തിൽ ഷൈജുവിന് പരിചയമുണ്ടോ എന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത്, നല്ല നൈതിക സ്വഭാവവും വിശ്വാസ സാക്ഷ്യവും ഉള്ളയാളായിരിക്കണം. തീർച്ചയായിട്ടും കണ്ണടച്ച് പറയാൻ സാധിക്കും വിശ്വാസികൾക്ക് ഈ ഒരു യോഗ്യത ഷൈജുവിനില്ല. കാരണം സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായി സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങൾക്കെതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും സമരം ചെയ്യുകയും സഭയെ തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന നൈതിക സ്വഭാവവും വിശ്വാസ സാക്ഷിയും ഉണ്ടാകാൻ സാധ്യതയില്ല. നാലാമത് പറയുന്ന കാര്യം, കത്തിടപാടുകൾ, റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയിൽ കഴിവുള്ളയാളായിരിക്കണം. തീർച്ചയായും ഈ കഴിവ് ഷൈജുവും കൂട്ടരും പലപ്പോഴും തെളിയിച്ചിരിക്കുന്നതാ. വ്യാജ
റിപ്പോർട്ടുകൾ ഉണ്ടാക്കുവാനും സഭയുടെ രേഖകൾ ചോർത്താനും ഒക്കെയുള്ള കഴിവ് ഷൈജു തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഞ്ചാമത് പറയുന്നത് തന്റെ ഇടവകയിലും ഫൊറോണ രൂപതാ തലങ്ങളിലും സേവന പരിചയം ഉണ്ടായിരിക്കണം. ഇത് ഷൈജുവിന്റെ ഇടവകക്കാർ തീരുമാനിക്കട്ടെ. ഷൈജുവിന് ഇടവകയിൽ സഭാത്മക ജീവിതത്തിൽ പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആറാമത് പറയുന്നത് അതിരൂപതാ തരത്തിലുള്ള പാസ്റ്ററൽ പദ്ധതികളും ഡോക്യുമെന്റേഷനും ഔദ്യോഗിക കത്തിടപാടുകളും രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിലും സംശയമുണ്ട്. കാരണം പല രേഖകളും മുക്കുകയും പല രേഖകളും പുറത്തുവിടുകയും ചെയ്യുന്ന വ്യാജരേഖ കൂട്ടായ്മയിൽ ഷൈജുവും ഉണ്ടായിരുന്നില്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു. സിനഡിന്റെ തീരുമാനങ്ങളായിട്ടുള്ള രഹസ്യാത്മക കത്തിടപാടുകൾ സിനഡ് പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ പുറത്താക്കിയ ആ ഗൂഢാലോചന സംഘത്തിലും ഷൈജുവില്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ ഈ ഒരു യോഗ്യതയും ഷൈജുവിനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഏഴാമത് പറയുന്നത് സെക്രട്ടറി സേവന സന്നദ്ധതയുള്ള ആളായിരിക്കണം. ഏതായാലും സേവന സന്നദ്ധതയുണ്ട്, അത് സഭാവിരുദ്ധ കാര്യങ്ങൾക്കാണെന്ന് മാത്രമേ ഉള്ളൂ. എട്ടാമത് പറയുന്നു സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ആളായിരിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് കൊണ്ട് തന്നെ ഷൈജു ഈ ഒരു സ്ഥാനത്തേക്ക് അയോഗ്യനായി തീർന്നിരിക്കുക. കാര്യം സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഘടകവിരുദ്ധമായി നിന്നൊരു വ്യക്തിയാണ് ഷൈജു എന്ന് ഷൈജു തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാം. സഭയെ തകർക്കുവാനും ഔദ്യോഗിക പക്ഷത്തെ നശിപ്പിക്കുവാനും മാർപ്പാപ്പയെ പോലും തള്ളിപ്പറയുവാനും ഞങ്ങൾ വേറെ സഭയുണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുനിഞ്ഞിറങ്ങിയ ഷൈജു അങ്ങനെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആകുമെന്ന് മിസ്റ്റർ പാംബ്ലാനിയോട് മാർപ്പാംബ്ലാനിയോട് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുക. മാർപ്പാംബ്ലാനി, താങ്കൾ ഈ ലോകത്തൊങ്ങുമല്ലേ ജീവിച്ചിരിക്കുന്നത്? ഒൻപതാമത് പറയുന്ന പോയിന്റ് മെത്രാപ്പോലിത്തയുടെയോ സഭാ അധികാരികളുടെയോ നിയമാനുസൃതമായ നിർദ്ദേശങ്ങൾ ലംഘിക്കാത്തയാളായിരിക്കണം. ഇതും ഷൈജു ലംഘിച്ചിരിക്കുന്നു. സഭയുടെ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന എറണാകുളം രൂപതയുടെ അധ്യക്ഷ പദവിയിലിരുന്ന മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാലുകൾ തല്ലിയൊടിക്കും, താൻ ആരാടോ, താൻ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ വിളിച്ചു ചോദിച്ച വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് പോലും കൃത്യമായി നോക്കാതെ ഷൈജുവിനെ സെക്രട്ടറിയാക്കിയ മാർ പാംബ്ലാനി താങ്കൾ ഒരു സഭാവിരുദ്ധനല്ലേ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുകയാ. അടുത്ത പോയിന്റും നമുക്ക് നോക്കാം. സഭയുടെ ഐക്യത്തെ തകർക്കുന്ന പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാത്തയാളും ഗുരുതര നൈതിക വീഴ്ചകൾ ഇല്ലാത്തയാളും സഭയുടെ ഐക്യത്തെ തകർക്കുന്ന വ്യക്തിയാണ് ഷൈജു. നൈതിക പ്രവർത്തനങ്ങളിൽ സഭയ്ക്കെതിരായിട്ട് വിശ്വാസികൾക്കെതിരായിട്ട് പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഷൈജു. പിന്നെ എങ്ങനെ ഇദ്ദേഹം പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തിന് യോഗ്യനാകും? 11ാമത് പറയുന്നത് കൃത്രിമ രേഖ ഉണ്ടാക്കാത്ത ആളായിരിക്കണം, സഭയെ തെറ്റിദ്ധരിപ്പിക്കാത്ത വ്യക്തിത്വമായിരിക്കണം. ഇതും പൂർണ്ണമായിട്ടും ഷൈജുവിന് ചേരുന്നതല്ല. അവസാനത്തെ പോയിന്റ് സഭാവേദിയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ വ്യക്തി താല്പര്യങ്ങൾക്കോ ദുരുപയോഗം ചെയ്യാത്ത വ്യക്തിയായിരിക്കണം. ഈ ഒരു പോയിന്റും പൂർണ്ണമായിട്ടും ഷൈജുവിനെതിരാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 12 പോയിന്റുകൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തുള്ളൂ. ഈ 12ൽ 10 പോയിന്റും ഷൈജുവിനെതിരാകുമ്പോൾ ഈ വ്യക്തിയെ എങ്ങനെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാക്കി എന്ന് മാർ പാംബ്ലാനി സിനഡിനോടും വത്തിക്കാനോടും എറണാകുളത്തെ വിശ്വാസികളോടും മറുപടി പറഞ്ഞേ പറ്റൂ. മാർ പാംബ്ലാനി, താങ്കൾ സഭയെ നശിപ്പിക്കുവാൻ നടത്തിയ ഗൂഢാലോചനകളിൽ ഏറ്റവും വലിയ ഗൂഢാലോചനയല്ലേ താങ്കൾ ഇപ്പോൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? സഭ ശിക്ഷിക്കുവാൻ കൽപ്പനയിട്ട, സഭ പുറത്താക്കുവാൻ കൽപ്പനയിട്ട ലോക തൊഴിലാളികളെയും ഇത്തരം അൽമായ പ്രമുഖരെയും അല്ലെങ്കിൽ വിമതയൽമായ പ്രമുഖരെയും സഭയുടെ കീ പോയിന്റുകളിൽ നിയമിച്ചുകൊണ്ട് താങ്കൾ എന്താണ് സഭയ്ക്ക് മാതൃകയാകുന്നത്? സഭയെ നശിപ്പിച്ച് എറണാകുളം രൂപത ഇല്ലാതാക്കുവാനാണോ മാർ പാംബ്ലാനി താങ്കൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്ന് താങ്കൾ തന്നെ പറയണം. ഏതായാലും മാർ പാംബ്ലാനിയിൽ നിന്ന് സീറോ മലബാർ സഭയെയും പ്രത്യേകിച്ച് എറണാകുളം രൂപതയെയും രക്ഷിക്കുവാൻ മാർപ്പാപ്പയ്ക്കും വത്തിക്കാനും മാത്രമേ ഇനി സാധിക്കൂ. കാരണം പഴം വിഴുങ്ങിയിരിക്കുന്ന സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള കാഴ്ച കാണുവാൻ എറണാകുളത്തെ സഭാവിശ്വാസികൾ മാത്രമല്ല
സീറോ മലബാർ സഭയിലെ ആഗോള സീറോ മലബാർ സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാർ പാംപ്ലാനിയുടെ ചെവിക്ക് തൂക്കിപ്പിടിച്ചുകൊണ്ട് സഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ആ ഒരു രംഗം കാണുവാൻ സീറോ മലബാർ സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു കാഴ്ച കാണുവാൻ സീറോ മലബാർ വിശ്വാസികൾക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമ്മൾക്കും സാധിക്കൂ. ഇത് കണ്ടെങ്കിലും മാർ പാംപ്ലാനി നന്നാവുകയാണെങ്കിൽ അതിൽ കൂടുതൽ വലിയൊരു സുവിശേഷ പ്രവർത്തനം ഞങ്ങൾക്കും ചെയ്യുവാനില്ല. ഇത് മാർ പാംപ്ലാനിയോട് വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ സ്നേഹക്കുറവോ ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. കാരണം ഇവിടെ വ്യക്തി വൈരാഗ്യങ്ങളോ വ്യക്തി പിണക്കങ്ങളോ ഒന്നുമല്ല. സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഭാവിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവാചക ദൗത്യമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. ഇവിടെ മറ്റുള്ളവരെ ഇടിച്ചു താക്കുവാനോ അവരെ കളിയാക്കുവാനോ യാതൊരു തരത്തിലുള്ള ഉദ്ദേശവുമില്ല. എങ്കിലും വിശ്വാസികൾ മനസ്സിൽ കാണുന്ന ആ സ്വപ്നം ഒന്ന് സ്ക്രീനിൽ കാണിക്കുവാൻ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് കണ്ടെങ്കിലും മാർ ജോസഫ് പാംപ്ലാനി നന്നായിക്കൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്തിക്കൊണ്ട് സഭയോടൊപ്പം നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.